വായന പക്ഷാചരണം 2026 ഭാഗമായി ചിറ്റൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. എലവഞ്ചേരി സയൻസ് സെന്റർ ലൈബ്രറിയിലാണ് അനുസ്മരണം നടത്തിയത്. ഡോക്ടർ ചിത്രബാനു ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് നെഹ്റുവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു കാലമായിരുന്നു അത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയ്ക്കും ഒരു പുതിയ ഇന്ത്യ പിറവികൊള്ളാൻ പോകുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനികൻ എന്ന നിലയ്ക്കും നെഹ്റുവിൻ്റെ ജീവചരിത്രക്കുറിപ്പ് അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായി മാറി. ഗാന്ധിജിയുടെ ഏകപാത എന്ന് പറയുന്ന ഒരൊറ്റ വഴിയേ നമുക്കുള്ളൂ, അത് സ്വാഭാവികമായിട്ട് നാം നേടിയെടുക്കേണ്ടുന്ന സ്വാതന്ത്ര്യമാണ് എന്ന ആശയത്തെ വ്യക്തമാക്കുന്ന ലേഖനവും അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളിലൂടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഗതിവിഗതികളും ആദ്യമായി മലബാറിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന കാര്യം നാം ഓർക്കണം. അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ പഠനങ്ങളിലൂടെയാണ്. നേരത്തെ പല രൂപത്തിലായി നാം മനസ്സിലാക്കിയ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദാർശനിക മേഖലകളിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നത് ഈ പറയുന്ന മനുഷ്യനെ കുറിച്ച് എന്തു പറയുന്നു എന്ന അന്വേഷണത്തിൽ നിന്നാണ്. മനുഷ്യൻ എന്ന വാക്ക് മാഞ്ഞു പോകുന്ന 2 ലോകയുദ്ധങ്ങൾ നടക്കുന്ന കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതകാലം എന്നോ. കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. കെ ജയകൃഷ്ണൻ, KR ഇന്ദു, വി ഹരിശങ്കർ, എ ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.